ഇന്നത്തെ വീഡിയോ ഞാൻ ഓർത്തൊരു വ്ളോഗ് പോലെ എടുക്കാമെന്ന് പെട്ടെന്ന് ഞാൻ ഓർത്ത് എന്നാൽ ഒരു വ്ളോഗ് അങ്ങ് എടുക്കാമെന്ന് ഓർത്ത്. അപ്പം നമ്മുടെ നോമ്പൊക്കെ ഇങ്ങനെ അടുത്ത് നിൽക്കുക. നോമ്പായതുകൊണ്ട് തന്നെ എല്ലാവരും വീടൊക്കെ വൃത്തിയാക്കലും ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ അല്ലേ. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാലും നോമ്പെടുക്കുമ്പോൾ നമ്മളെല്ലാം കൂടെ എന്നാ അകത്ത് കിടക്കുന്ന പാത്രങ്ങളും സംഭവങ്ങളും ഒക്കെ ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കുക അല്ലേ. അപ്പം ഞാൻ എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പെരയ്ക്കകമൊക്കെ ഒന്ന് തുടച്ചു. പിന്നെ അത്യാവശ്യം കുപ്പികളൊക്കെ നമ്മൾ മുളക് പൊടിയൊക്കെ ഇടുന്ന ടീമില്ലേ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു വെച്ചു. അങ്ങനെ ഒരുവിധം പരിപാടികളെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല. അതൊക്കെ ഒരുവിധം ഒതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് അയ്യോ വീഡിയോ എടുക്കേണ്ടതായിരുന്നെന്ന് അന്നേരമാണ് ഓർത്തത്. പിന്നെ ഓർത്ത് ഉമ്മച്ചിയും പൊടിയൊക്കെ വീട്ടിലാണേലും അവരും ഓരോന്നൊക്കെ ഒതുക്കി. രാവിലെ തന്നെ മിറ്റം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് രാവിലെ എണ്ണീച്ച ഉടനെ ഞാൻ അങ്ങ് മിറ്റം അങ്ങ് വൃത്തിയാക്കും. മിറ്റം തൂത്ത് കഴിയുമ്പോഴാണ് നമുക്കൊരു എന്താ പറയുക ഒരു വൃത്തിയാണ്. അപ്പം നമ്മുടെ ഫ്രണ്ട് മിറ്റം ഇതാണ്, വീഡിയോയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ അതേ ഇവിടെ എല്ലാം ഇങ്ങനെ തൂത്ത് വൃത്തിയാക്കും. പിന്നെ തൂത്ത് വാരിയില്ലെങ്കിൽ എന്നാ പറയുക ഒരു മനസമാധാനം കിട്ടത്തില്ലെന്ന് തന്നെ പറയാം. അപ്പോൾ റോഡും അവിടെ ഈ സൈഡെല്ലാം തൂത്തൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ എൻ്റെ ഒരു ഓർക്കിഡ് ചെടിയാണ്. അപ്പോൾ ഇതിനകത്ത് വേണ്ട ഒരു പൂത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിപ്പം വീഡിയോയ്ക്കകത്ത് ക്ലിയർ ആകുന്നോന്ന് അറിയത്തില്ല. ഒരു വയലറ്റ് പോലെ ഒരു പൂവാണ്. അപ്പോൾ ഇത് നിൽക്കുന്നതാണ് നല്ലൊരു രസമുണ്ട്. അപ്പോൾ ഇത് കുറേ നാളായിട്ട് ഉമ്മച്ചി തന്നെയായിരുന്നു. കുറേ നാളെന്ന് പറഞ്ഞാൽ മാസം എങ്ങാണ്ടായി. കുറേ മാസങ്ങൾക്ക് മുമ്പ് ഉമ്മച്ചി തന്നെയായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ജനുവരി ഫെബ്രുവരി ആ ഒരു മാസങ്ങളൊക്കെ പൂക്കുന്ന മാസമാണ് തോന്നുന്നു. അങ്ങനെ ബൊഗെയിൻവില്ലയൊക്കെ വേണ്ട പൂത്തിട്ടുണ്ടായിരുന്നു. ഇത് പൂത്ത് കുറേ പൂവൊക്കെ കൊഴിഞ്ഞു പോയപ്പോഴാണ് ഞാൻ വന്ന് വീഡിയോ എടുക്കുന്നത് കണ്ടോ. അപ്പോൾ പൂക്കളുടെ ഒരു മാസമാണെന്നാണ് തോന്നുന്നത്. ഇത് മിക്ക പൂവുകളും ഒക്കെ പൂത്തിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ മെയിനായിട്ട് എനിക്ക് മടി എന്നാന്ന് വെച്ചാൽ കൂടുതലും വീഡിയോ എടുക്കുന്ന സെറ്റപ്പും കാര്യങ്ങളും ഇല്ല. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക സ്റ്റാൻഡ് വേണം വീഡിയോ എടുക്കണമെങ്കിൽ. വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡ് ഒന്നാമതേ ഇല്ല. അതെനിക്ക് തോന്നുന്നു മീഷോയിൽ ഇപ്പം വാങ്ങിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നു അത്രയും സ്റ്റാൻഡൊക്കെ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ സ്റ്റാൻഡേ വെച്ച് നല്ലപോലെ, പ്രത്യേകിച്ച് എനിക്ക് എപ്പോഴും വീഡിയോ എടുത്ത് തരാനാണേലും അണ്ണച്ചിയുടേതായ തിരക്കും കാര്യങ്ങളും കാണും. അപ്പം അണ്ണച്ചി എനിക്കൊന്ന് വീഡിയോ എടുത്ത് തരാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ഓർത്ത് അതൊക്കെ മേടിച്ചിട്ട് നിങ്ങളെ ഒന്നും കൂടെ നല്ല രീതിയിലൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് കാണിക്കാമെന്ന് ഞാൻ ഓർത്തു. ഞാനാണെങ്കിൽ നോയമ്പിൻ്റെ ഒരുവിധം ക്ലീനിങ്ങും കാര്യങ്ങളും എൻ്റേതായ രീതിയിലൊന്ന് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടിന്നുകളൊക്കെ വേണ്ടേ ഞാനൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ കുറേശ്ശെ വീതം കഴുകി എടുത്തതാണ്. പിന്നെ എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ മുളക് പൊടിയൊക്കെ തീർന്നു കഴിയുമ്പോൾ ആ ടിന്നൊന്ന് കഴുകിയിട്ടാണ് വീണ്ടും അത് പൊട്ടിച്ചിടുന്നത്. മല്ലിപ്പൊടി പഞ്ചസാരയൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന സ്പൂണുകളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എടുക്കാത്തയൊക്കെ 2-3 കാണുമല്ലോ. അപ്പം ഞാൻ എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വേണ്ട ഇവിടെയും ഞാൻ കുറച്ച് ടിന്നുകളൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഈ സ്റ്റാൻഡ് എനിക്ക് ഉമ്മച്ചി തന്നെയായിരുന്നു. ഉമ്മച്ചിക്ക് ഇത് നേരത്തെ ഉണ്ടായിരുന്നായിരുന്നു. അപ്പം ഇതിൻ്റെ കാല് കണ്ടോ, കാലൊന്ന് പോയായിരുന്നു. ഇതിൻ്റെ കാലിൻ്റെ ഈ വശത്ത് ഇങ്ങനെ കറുത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഇപ്പുറത്തെ സൈഡിൽ പോയപ്പം ഞാൻ ചുമ്മാ ഒരു കുപ്പിയിലത്തെ ഒരു സംഭവം ഇങ്ങനെ ഒടിച്ച് ഇവിടെ വെച്ചായിരുന്നു. അപ്പം ഞാൻ ഇതിനകത്ത് അത്യാവശ്യം കുപ്പികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം മീഷോയിൽ നിന്നൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരേ സൈസ് കുപ്പികളൊക്കെ കിട്ടുമല്ലോ, അതൊക്കെ വെച്ചാൽ നല്ല രസമായിരിക്കും. അപ്പം നമുക്കിപ്പം നമ്മുടെ കയ്യിലുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ ഈ ടിന്ന് കണ്ടോ, ഈ ടിന്നാണെങ്കിൽ എനിക്ക് ഉമ്മച്ചി തന്നെയായിരുന്നു. ഈ ടിന്ന് നമ്മുടെ പൊടിമോനുണ്ടല്ലോ, അവൻ എന്തോ ജ്യൂസാണോ എനിക്കറിയത്തില്ല, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക ഇതിനകത്ത് എന്താ കിട്ടുന്നതെന്ന്. അതെന്തോ വാങ്ങിച്ചപ്പോഴത്തേനും അവന് കിട്ടിയതായിരുന്നു. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു കൊച്ചി ഈ ടിന്ന് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ, ഇതിനകത്ത് എന്തെങ്കിലും ഇട്ട് വെച്ചാൽ രസമാണ്. അപ്പം ഞാൻ ഇത് വേണ്ടേ ഇങ്ങനെ ഇട്ട് വെച്ചപ്പോൾ എനിക്കും ഒരു രസം തോന്നി. നിങ്ങൾക്ക് തോന്നിയോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. ഇത് നമ്മൾ വാങ്ങിച്ചായിരുന്നു. ഇതിനകത്ത് ഞാൻ പുളി ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ താരെ ആ ഉപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു. പിന്നെ അച്ചാറ് അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഇവിടെ 2 ടിന്ന് ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ടിന്ന് വൃത്തിയാക്കി വെച്ചതുപോലെ തന്നെ ഞാൻ വേണ്ട അപ്പുറത്തെ സൈഡിലും ടിന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ടിന്ന് കുറച്ച് അച്ചാറിൻ്റെ ടിന്നൊക്കെ വേണ്ട ഇവിടെ ഇങ്ങനെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് എടുത്തൊന്ന് മാറ്റിയൊക്കെ ഒന്ന് വെക്കണം, എന്തെങ്കിലുമൊക്കെ ഇടണം. പിന്നെ അതുപോലെ നമ്മൾ അരിയൊക്കെ ഇല്ലേ, അരിയൊക്കെ ഇടുന്ന ടിന്നും ഞാനൊന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം അടുക്കളയിലത്തെ സംഭവങ്ങളെല്ലാം ഒന്ന് തന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ എന്ന് പറയുമ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എപ്പോഴും കിടന്ന് ഇത്
വൃത്തിയാക്കി കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ എന്നും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒതുക്കുക. അല്ലെ പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യലൊക്കെ പാടായിരിക്കും. പിന്നെ ഞാൻ ആദ്യമേ നമ്മുടെ കറിച്ചട്ടിയൊക്കെ ഈ സൈഡിലായിരുന്നു വെച്ചത്. പിന്നെ ഞാൻ വേണ്ടേ ഈ സൈഡിലൊന്ന് കറിച്ചട്ടിയും പിന്നെ നമ്മൾ ചതയ്ക്കുന്ന കല്ലും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ പിടിച്ചു കഴിഞ്ഞാൽ സമയം പോകുന്നേ അറിയത്തില്ല. അപ്പോൾ എനിക്ക് കുറച്ച് അടുക്കളയിലത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരെയും കാണിച്ചു തരാം. അതിനു മുന്നേ എനിക്ക് രാവിലത്തെ കാപ്പിക്കുള്ള കുറച്ച് എന്തെങ്കിലുമൊക്കെ വെക്കണം. ഞാനപ്പം പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ വീഡിയോ പിടിക്കാമെന്ന് ഓർത്തേ. അപ്പം ഞാൻ രാവിലത്തെ കാപ്പിക്കുള്ളതൊക്കെ ഒന്ന് കുക്ക് ചെയ്തിട്ടൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഓർത്ത് വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഗോതമ്പും തേങ്ങയും ഇച്ചിരി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പുപൊടിയിട്ട് കല്ലേ പരത്തിയുള്ള ഒരു അപ്പം ഉണ്ടാക്കാമെന്ന് ഓർത്ത്. അപ്പം ഞാൻ കൂടുതലും വീഡിയോ എടുക്കാത്ത മെയിൻ മടിയെന്ന് പറഞ്ഞാൽ കണ്ടു വെട്ടക്കുറവായിരുന്നു. അപ്പം ഞാനിങ്ങനെ ലൈറ്റ് ഉണ്ടല്ലോ എമർജൻസി, ആ ലൈറ്റും കൂടെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഉള്ള വീടുകളിലെന്ന് പറഞ്ഞാൽ ഒരുപാട് ലൈറ്റുകളൊക്കെയുള്ള അറേഞ്ച്മെൻറ്റ്സ് കാണും. അപ്പോൾ ഈ വ്ളോഗൊക്കെ എടുക്കുന്നവർക്കൊക്കെ ആണെങ്കിലും നല്ല എളുപ്പമായിരിക്കും വെട്ടം കിട്ടുമ്പോൾ. അല്ല നമ്മൾ വെളിയിൽ നിന്നൊക്കെ വീഡിയോ എടുക്കുമ്പോഴത്തേനും നമുക്ക് സൂര്യപ്രകാശം ഡയറക്റ്റ് കിട്ടുമല്ലോ. പക്ഷേ വീടിനകത്ത് ഡയറക്റ്റ് വെട്ടം കിട്ടത്തില്ലല്ലോ, അതാണ് ഒരു പ്രശ്നം. എന്നാലും സാരമില്ല, നമ്മളിങ്ങനെയൊക്കെയല്ലേ നേരത്തെ വീഡിയോ എടുത്തേ, അതുകൊണ്ട് അങ്ങനെയൊക്കെ വീഡിയോ എടുക്കും. അതിൻ്റെ ഇടയ്ക്ക് അരി ഇട്ടു. അപ്പം ഞാൻ അടുപ്പത്തുനിന്ന് ചാരവും പിന്നെ പാലിൻ്റെ കവറും ഒക്കെ എടുത്തായിരുന്നു. ഞാൻ ചാരം ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. പാലിൻ്റെ കവർ ഞാനിങ്ങനെ കളയാതെ എടുത്ത് വെക്കും. പിന്നെ അതുപോലെ തന്നെ കുപ്പികളും പിന്നെ ഇതേപോലുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ ചാക്കിലിട്ട് വെക്കും. ഇങ്ങനെ ആക്രി സാധനമായിട്ട് കിടക്കത്തില്ലല്ലോ അവിടെ ഇവിടെയും. പിന്നെ ഞാൻ വിറകൊക്കെ കണ്ടു ഇങ്ങനെ വെളിയിലാണ് വെക്കുന്നത്, പാതകത്തിൻ്റെ അടിയിൽ വെക്കത്തില്ല. പിന്നെ ഞാൻ ചാക്കിനകത്ത് വേണ്ട മുളക് തൈകളൊക്കെ നട്ടിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം കൃഷികളൊക്കെ കുഞ്ഞി കൃഷികളൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. നമുക്കുള്ള സ്ഥലത്ത് അത്യാവശ്യം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി. പിന്നെ ഞാൻ ഈ കവറുകളൊന്നും കളയത്തില്ല. ഇങ്ങനെയുള്ള കവറുകളൊക്കെ നമ്മൾ മാലിന്യമായിട്ട് നമ്മുടെ മുറ്റത്തിടുന്നതിനെക്കാട്ടി ഭേദം എനിക്ക് തോന്നുന്നത് ഇതേപോലെ എന്തെങ്കിലും മുളക് തൈയോ അല്ലെ കുറച്ച് ചെടിയൊക്കെ ആണെങ്കിലും നട്ട് വെച്ചാൽ നല്ല ഭംഗിയല്ലേ. അപ്പം ഞാനിത് നമ്മുടെ ഇവിടെ ഉള്ള വിത്തുകളൊക്കെ തന്നെ മുളകൊക്കെ മേടിക്കുമല്ലോ, അതൊക്കെ വെച്ച് പാകി കിളിപ്പിക്കുന്നതാണ്. നമുക്കൊരു നേരം പോക്കും ആവും. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ മുളകൊക്കെ കിളുത്ത് നിൽക്കുമ്പോൾ ഒരു ഭംഗിയല്ലേ. അപ്പോൾ അതേ ഞാൻ പാലിൻ കവർ മെയിനായിട്ട് എടുത്ത് വെക്കുന്നത് കേട്ടോ. ഇതേപോലെ പാലിൻ കവറിനകത്ത് ഞാൻ മുളക് തൈ പാകി കിളിപ്പിച്ചതാണ്. ഇതിനി ഞാൻ വേറെ ഇതിനകത്തോട്ട് കിളിപ്പിക്കും. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സമയങ്ങളൊക്കെ പോകുന്നത്. പിന്നെയൊക്കെ ഇതൊക്കെ എന്താ പറയുമ്പോൾ ഇതൊക്കെ ഉണ്ടായി നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കര ഒരിതാണ്. അതൊക്കെ ഇതിനോടൊക്കെ നമുക്കൊരു ഇഷ്ടവും കൂടെ വേണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ പൗഡർ പോലും ഇട്ടിട്ടില്ല, മുടി പോലും ചെയ്യിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുത്തതല്ലേ. അപ്പം ഞാനോർത്ത് നമ്മൾ എന്തായാലും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ എടുക്കുന്നത്. അപ്പം നിങ്ങളെ ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാം. കാക്ക ഭയങ്കര അലയാണ്. എപ്പോൾ വീഡിയോ എടുക്കാൻ വന്നാലും കാക്ക ഭയങ്കര ചിലയാണ്. കാക്ക നല്ല അവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പം ഞാനൊരു സൂത്രം കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ സംഭവം ഇതാണ്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടോ, തക്കാളിയാണ്. അപ്പം ഇതെനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയ കാര്യം എന്നാന്ന് വെച്ചാൽ ഞാനിങ്ങനെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന തക്കാളിക്കായില്ലേ, അതിൻ്റെ അരി പാകി കിളിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ തക്കാളിക്ക ഉണ്ടായിട്ടില്ല. ഇതെന്ന് പറയുമ്പോൾ എൻ്റെ ചെടിയുടെ ഇടയിൽ ഞാനിങ്ങനെ പച്ചക്കറിയുടെ ഓരോ സംഭവങ്ങളൊക്കെ കൊണ്ടുവിടും. അങ്ങനെ ചെടിയുടെ ഇടയിൽ ഒരു തക്കാളിക്കത്തൈ ഉണ്ടായതാണ്. അപ്പം ഞാനത് വേണ്ടി ഇവിടെ പുറകിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. ഇതിനെ കാര്യമായിട്ട് ഞാൻ പരിചരിക്കത്തൊന്നുമില്ല. ഇടയ്ക്കൊക്കെ മുട്ടത്തോട് ഒക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ അതേണ്ട ഇതിനകത്തൊരു തക്കാളിക്ക ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തക്കാളിക്ക തന്നെയാണെന്ന് തോന്നുന്നു. ഇത് വലുതാവുമെന്ന് തോന്നുന്നു, എന്തോ അറിയത്തില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി, നിങ്ങളെ കാണിക്കാമെന്നൊന്ന് ഓർത്ത്. അതുപോലെ തന്നെ ഉണ്ടോ വെണ്ടയൊക്കെ വേണ്ടേ ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ചെറിയ രീതിയിലൊക്കെ നടും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടിയതറിഞ്ഞില്ല. വീഡിയോയുടെ ലെങ്ത്ത് അങ്ങ് കൂടിക്കൂടി പോവാം. അപ്പം ഞാൻ ഓർത്ത് ഇവിടം കൊണ്ട് തൽക്കാലം നിർത്താം. ഇനി നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഓരോരോ വീഡിയോ ആയിട്ടിടും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഓരോരോ കാര്യങ്ങളൊക്കെ കാണാവുന്നതായിരിക്കും. ഇപ്പോൾ വേറെ വീഡിയോസും ഒക്കെ ഇനിയിപ്പം നോയമ്പിൻ്റെയും അല്ലാതുള്ള നമ്മുടെ ഈ ചെറിയ കാര്യങ്ങളും പിന്നെ അതുപോലെ ഉമ്മച്ചിയും പൊടിയും ഒക്കെ വീഡിയോ ആയിട്ട് വരും. പിന്നെ ഞാൻ വീട്ടിൽ പോയി വീഡിയോ എടുക്കുന്നുണ്ട്, അതൊക്കെ എന്തായാലും ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഇതേപോലെ വീഡിയോ എടുക്കാനുള്ള ചെറിയൊരു മടി ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് ആ വീഡിയോ ഇങ്ങനെ എടുക്കാൻ പറ്റാതെ. ഒരു ഐഫോൺ ആയിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ വീഡിയോ ഒന്ന് ക്ലാരിറ്റി ആയനേലേ. ആ സാരമില്ല, തൽക്കാലം നമുക്കിതൊക്കെ മതി. അപ്പോൾ നമുക്കിതെങ്കിലുമൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.